മോഡേൺ ഫിസിക്സ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകാം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, നമ്മൾ ന്യൂട്ടൺസ് ലോ വെച്ച് നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും പൊസിഷനും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അത് കുറേ സമയത്തിന് ശേഷം എവിടെ ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിലുള്ള ഫോഴ്സും കൂടെ അറിയാമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു പർട്ടിക്കുലർ സമയത്തുള്ള പൊസിഷനും വെലോസിറ്റിയിൽ നിന്നും ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന ഒരു കൺസെപ്റ്റ് നിൽക്കുന്നത് എവിടെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സിലാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ന്യൂട്ടൺസ് ലോസ് എല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഭാഗമാണ്. മൈക്രോസ്കോപ്പിക് റേഞ്ചിലേക്ക് പോകുമ്പോൾ, അതായത് ഒരു ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയൊക്കെ ആ ഒരു ചെറിയ ലെവലിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു പൊസിഷനും മൊമെൻറ്റവും ഒന്നും ഒരുമിച്ച് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും വെലോസിറ്റിയാണ്. അതറിഞ്ഞാൽ എല്ലാം അറിയാം എന്നായിരുന്നു. അതാണ് ദൈവം. അതറിയാമെങ്കിൽ, പൊസിഷനും വെലോസിറ്റിയും അറിയാമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് ആയി എന്നാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ഈ അടിസ്ഥാനമായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പൊസിഷൻ, വെൽ ഡിഫൈൻഡ് പൊസിഷൻ ആൻഡ് വെൽ ഡിഫൈൻഡ് മൊമെൻറ്റം, അത് തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ഫിസിക്സ് അല്ലെങ്കിൽ പുതിയ നോളജ് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെയാണ് ആര് ഡെവലപ്പ് ചെയ്ത് വരുന്ന ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ്, motion or state of a system can be completely specified if we know the position and momentum. In microscopic range, position and momentum are not well defined. So, the laws of classical mechanics fails in microscopic domain. Then we go for quantum mechanics. അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അപാകതകളെന്ന് നമുക്ക് നോക്കാം. ഇൻഅഡിക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഇൻ ദ റീജിയൻ ഓഫ് അറ്റോമിക് ഡയമെൻഷൻ, ദാറ്റ് ഈസ് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് ആറ്റംസ് ആൻഡ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കറിയേണ്ടത് പൊസിഷനും മൊമെൻറ്റവുമാണ്. ഇത് രണ്ടും വെൽ ഡിഫൈൻഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. മൈക്രോസ്കോപ്പിക് ഡൊമൈനിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് കൃത്യതയോടെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് അറ്റോമിക് ഡയമെൻഷനിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ ഇൻഅഡിക്വസി, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റംസ്. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ബോർ ആറ്റം മോഡലിന് മുമ്പുണ്ടായിരുന്ന റുദർഫോർഡ് ആറ്റം മോഡലിൽ പറഞ്ഞത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? ഇത് ക്ലാസിക്കൽ തിയറിയാണ്. റുദർഫോർഡ് മോഡൽ ഈസ് കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ. റുദർഫോർഡ് മോഡൽ ഈസ് ക്ലാസിക്കൽ. അതിലുണ്ടായിരുന്ന പ്രശ്നം ഇതാണ്, ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അത് കറങ്ങുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ്. അത്തരത്തിലൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂവസ്ലി എമിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അല്ലേ? അത് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു വസ്തു കണ്ടിന്യൂവസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ എനർജി കുറയും, അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞു വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിൻ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എനർജി കൂടിയാലേ ദൂരെ നിൽക്കാൻ പറ്റുള്ളൂ. എനർജി കുറയും തോറും ഈ ന്യൂക്ലിയസിന് അതിനടുത്തേക്ക് ഇലക്ട്രോണിനെ വലിച്ചടുപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? സ്പൈറൽ ചെയ്ത് ന്യൂക്ലിയസിനകത്തേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് വീണ് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രോൺ വന്ന് വീണാൽ അത് ന്യൂട്രലായി. എന്നുവെച്ചാൽ ആറ്റത്തിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ആറ്റം നശിച്ചു പോകുന്നു. ക്ലാസിക്കൽ തിയറി അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ ആറ്റം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കല്ല പ്രശ്നം, നമ്മുടെ തിയറിക്കാണ്. സോ ദ ക്ലാസിക്കൽ തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റംസ്. മൂന്നാമത്തെ ഡിഫക്റ്റ്,
ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ അത് നമ്മൾ പഠിച്ച കാര്യമാണ്. S2 നമ്മൾ പഠിച്ചു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ്. ബ്ലാക്ക് ബോഡി ഒരു വസ്തുവിലേക്ക് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അത് അബ്സോർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് ബോഡിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക മാത്രമല്ല എന്തും ചെയ്യണം, റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യണം. അല്ല ഇത് അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ അതിൻ്റെ എനർജി ഇൻഫിനിറ്റി ആയി പോയേനെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ എന്തും ചെയ്യുന്നുണ്ട്, ഇത് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എമിറ്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ഇത് എമിറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിനെ പലരും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ടാണ് വെയിനും റാലെ ജീൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അവർക്കൊന്നും തന്നെ ആ എക്സ്പെരിമെൻ്റൽ കർവ് ആക്ച്വലി അവർക്ക് ലമർ ആൻഡ് പ്രിങ്ഷിയുമാണ് ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഗ്രാഫ് വരച്ചത്. അപ്പോൾ അവർക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ കർവിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് പറ്റിയില്ല അല്ലേ. ഇനി നാലാമത്തെ ഇൻഅഡിക്വസി എന്ന് പറയുന്നത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഒബ്സർവ്ഡ് വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് മെറ്റൽസ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ച് നമ്മൾ പറഞ്ഞത് മെറ്റൽസും ഗ്യാസും എല്ലാം എടുത്താൽ അവരുടെ എല്ലാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന രീതിയിലാണ് ക്ലാസിക്കൽ തിയറി പറയുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ലോ ടെമ്പറേച്ചറിലൊക്കെ പോകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് റാപ്പിഡ്ലി ഫോൾസ് എന്ന് നമ്മൾ കണ്ടു. അതായത് നമ്മളിങ്ങനെ ഒരു CV ആണ് നമ്മൾ വരയ്ക്കുന്നത്. ടെമ്പറേച്ചറിനനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ തിയറി പ്രഡിക്റ്റ് ചെയ്യുന്നത് CV ഈസ് കോൺസ്റ്റൻറ്റ് എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ കർവ് നമുക്ക് കിട്ടിയത് എക്സ്പെരിമെൻ്റൽ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ ഭാഗത്ത് എന്തുകൊണ്ട് ലോ ടെമ്പറേച്ചറിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് 0 വാല്യൂവിലേക്ക് ഫോൾ ചെയ്യുന്നു, റാപ്പിഡ്ലി ഫോൾ ചെയ്യുന്നു എന്നാണ്. ഇതൊരു എക്സ്പൊണൻഷ്യൽ ആണ്. എക്സ്പൊണൻഷ്യൽ ആണെന്ന് ആദ്യം വിചാരിക്കുന്നു, പിന്നെ അത് 1/t³ ആണെന്നൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. എന്താണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ വേരിയേഷൻ, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഒരുപാട് താഴേക്ക് വരുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കുറയുന്നത് എന്നുള്ളതും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസിക്കൽ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഡിഫക്ട്സ് അല്ലെങ്കിൽ ഇൻഅഡിക്വസി, ഡിഫക്റ്റ് അല്ല ഇൻഅഡിക്വസീസ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. എല്ലാ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം എന്നില്ല. നിങ്ങളുടെ സിലബസ് എല്ലാം പറഞ്ഞിട്ടില്ല, പക്ഷേ പോയിൻറ്റുകൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഇൻഅഡിക്വസി ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ഡിസ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ആറ്റംസ് സിൻസ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് ദ എനർജി ചേഞ്ചസ് ആർ ഓൾവേസ് കണ്ടിന്യൂവസ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം തന്നെ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതൊരു ലൈൻ സ്പെക്ട്രമാണ്. ചില പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് മാത്രമേ അവിടെ നിന്നും വരുന്നുള്ളൂ അല്ലേ, എല്ലാ ഫ്രീക്വൻസീസും വരുന്നില്ല. പക്ഷെ ക്ലാസിക്കൽ തിയറി എന്താ പറയുന്നത്, എല്ലാ എനർജീസും പോസിബിൾ ആയിരിക്കണം അല്ലേ. ഒരു ഇലക്ട്രോണിന് എടുക്കാൻ പറ്റുന്ന അല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരു എനർജിക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഓൾ എനർജീസ് മസ്റ്റ് ബി പോസിബിൾ. അതാണ് ക്ലാസിക്കൽ തിയറി പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ചിട്ട് ഇത്തരത്തിലൊരു ലൈൻ സ്പെക്ട്രം അല്ല, ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരുന്നു കിട്ടേണ്ടുന്നത്. അപ്പോൾ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു ഇൻഅഡിക്വസിയാണ്. ഇനി അടുത്തത് ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവ്ഡ് ഫിനോമിന ലൈക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, കോംപ്റ്റൺ ഇഫക്റ്റ്, റാമൻ ഇഫക്റ്റ് എക്സെട്ര. അപ്പോൾ മറ്റ് ഒരുപാട് ഫിനോമിന, ഉദാഹരണത്തിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ സർഫസിലേക്ക് ഫോട്ടോൺസ് വന്ന് വീണിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഈ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എത്തരത്തിൽ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് വന്നു എന്നുള്ള കാര്യവും ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസിക്ക് മുകളിൽ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വീണാൽ മാത്രമേ ഇത്തരത്തിലൊരു ഇലക്ട്രോൺ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇജക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ ഇജക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ
അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ ഫ്രീക്വൻസിക്ക് ആ പ്രാധാന്യം വന്നത്, ആ ഇജക്ഷനെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് ഫ്രീക്വൻസി ആയി എന്നുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ കോംപ്റ്റൺ ഇഫക്റ്റ്. കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോണും ഒരു ഇലക്ട്രോണും തമ്മിലുള്ള കൊളിഷനാണ്. അപ്പോൾ അതിൽ ശരിക്കും ആ ഫോട്ടോൺ ഒരു പാർട്ടിക്കിൾ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഫോട്ടോൺ എന്താണ്, ഫോട്ടോൺ അല്ലല്ലോ, അവിടെ ഫോട്ടോൺ ഇല്ല, അവിടെ എന്താണ്, ഒരു വേവ് ആണ്. അപ്പോൾ ഒരു വേവ് ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ് പറയുന്നത്. അപ്പോൾ കിട്ടേണ്ടുന്ന ഒരു റിസൾട്ട് അല്ല ഒരു ആക്ച്വൽ കേസിൽ ഒരു ഗാമ ഫോട്ടോണും ഒരു ഇലക്ട്രോണും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് കോംപ്റ്റൺ ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ രാമൻ ഇഫക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ലാസിക്കൽ തിയറിക്ക് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്ത എന്തിലേക്ക് പോകേണ്ടി വന്നത്, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാ പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അതിലൊന്നാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. A perfect black body absorbs radiation of all wavelengths incident on it. ഒരു വസ്തുവിലേക്ക് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. A perfect black body emits a radiation of all wavelengths in a particular region of electromagnetic spectrum. That is, it emits a continuous spectrum. Distribution of radiant energy among different wavelengths emitted by a black body was studied by Lummer and Prunking. അപ്പോൾ ഈ രണ്ട് പേരാണ് ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷനെ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ S2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മയില്ലെങ്കിൽ അവിടെ പോയി നോക്കാം. അപ്പോൾ അവർ ചെയ്തത് ഓരോ പർട്ടിക്കുലർ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എനർജി, ആ റേഡിയേഷൻ്റെ എനർജി എത്രയാണെന്നാണ് അവർ പ്ലോട്ട് ചെയ്തത്. എമിസീവ് പവർ ഇ ലാംഡ, അതായത് ആ വരുന്ന എനർജി, റേഡിയേഷൻ്റെ എനർജി വാസ് പ്ലോട്ടഡ് എഗൻസ്റ്റ് ലാംഡയ്ക്ക് എഗൻസ്റ്റ് ആണ് പ്ലോട്ട് ചെയ്തത്. പർട്ടിക്കുലർ ലാംഡയ്ക്ക് എത്രത്തോളം എമിഷൻ വരുന്നുണ്ട്, എത്ര ഇൻറ്റൻസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എമിഷൻ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് വിളിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വീനാണ്. ഇത് ക്ലാസിക്കൽ ഫിസിക്സ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് യൂസിങ് ദ ലോസ് ഓഫ് തെർമോഡൈനമിക്സ്. അപ്പോൾ കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത് ഇ ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു C1 ലാംഡ റേസ് ടു -5 ഇ റേസ് ടു -C2 ബൈ ലാംഡ ടി ഡി ലാംഡ. ഇത്തരത്തിലൊരു ഇക്വേഷനാണ് കിട്ടിയത്. ഇതിൽ ഈ ലാംഡ ഡി ലാംഡ എന്ന് പറയുന്നത് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ ഈ റേഞ്ചിൽ വരുന്ന വേവ് ലെങ്ത്തുകൾ അവരുടെ എനർജിയാണ്. ഓക്കെ, എത്ര വേവ് ഈ റേഞ്ചിൽ വേവ് ലെങ്ത് ഉള്ള ഈ വേവ് ലെങ്ത് വരുന്ന വേവിനെ എല്ലാം എടുത്തിട്ട് അവരുടെ എനർജിയാണ് ഈ ലാംഡ ഡി ലാംഡ. ഓക്കെ, പെർ യൂണിറ്റ് വോളിയം എനർജി ഡെൻസിറ്റി ആണ്. ദിസ് ഇസ് എനർജി ഡെൻസിറ്റി എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് വേവ്സ് വിത്ത് വേവ് ലെങ്ത് ലൈങ് ഇൻ ദ റേഞ്ച് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ. അതിൽ C1 ആൻഡ് C2 ആ കോൺസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയപ്പോൾ ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ കർവിൻ്റെ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ലോങ്ങർ വേവ് ലെങ്ത് റീജിയൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ഈ ഭാഗം, ലാംഡ കുറഞ്ഞ ഭാഗം, ഇങ്ങനെയാണ് ആരുടെ വീനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ ഈ ലാംഡ ഡി ലാംഡ വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുള്ളൂ, ഈ ഭാഗം കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ തിയറി കംപ്ലീറ്റ് അല്ല. ഓക്കെ, വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഒൺലി എക്സ്പ്ലെയിൻസ് ദ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. ഓക്കെ, ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിൽ ഇത് ഫെയിൽ ആകുന്നു, ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത എക്സ്പ്ലനേഷൻ റാലെ ജീൻസ് ആണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ സജഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി ക്യാവിറ്റി, നമ്മൾ ശരിക്കും ബ്ലാക്ക് ബോഡി ആയിട്ട് എടുത്തത് ഒരു ക്യാവിറ്റിയാണ്. ഓക്കെ, ഒരു അകത്ത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ്. അപ്പോൾ ഇതിൽ വരുന്ന റേസ് എല്ലാം ഇതിലെന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് അതിൽ തന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഇതൊരു ബ്ലാക്ക് ബോഡിയാണ്. ഇപ്പോൾ ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയൊക്കെ നമ്മൾ S2 പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഫെറീസ് ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയുടെ വോൾസിൽ എന്താണ്, ആറ്റംസ് ആയിരിക്കും അല്ലേ, എല്ലാത്തിലും ആറ്റംസ് ഉണ്ട്. അപ്പോൾ ക്യാവിറ്റിയുടെ വോൾസിൽ എന്തുണ്ട്, ആറ്റംസ് ഉണ്ട്. ആറ്റംസിൽ ആരുണ്ട്, ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്, ആർ എക്സിക്യൂട്ടിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കാരണം എന്താണ്, അതിന് എനർജി കിട്ടുന്നു. അപ്പോൾ എനർജി, കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ദേ ക്യാൻ ഓസിലേറ്റ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പോൾ ഈ ഹാർമോണിക് ഓസിലേറ്റർ എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന ഇപ്പം ഇപ്പോൾ ഒരു റേഡിയേഷൻ ഒരു ഇലക്ട്രോണിലേക്ക് വന്ന് വീണെങ്കിൽ ഇതേ ഫ്രീക്വൻസിയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയിലാണെങ്കിൽ ദേ ക്യാൻ അബ്സോർബ് ദിസ് എനർജി, അല്ലേ? ഈ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോണുകൾ, ഈ വോൾസിലിരിക്കുന്ന ഹാർമോണിക് ഓസിലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേവ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വേവ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇതിനകത്ത്, ഈ ക്യാവിറ്റിക്കകത്ത് വേവ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, വേവ്സ് എക്സിസ്റ്റ് അറ്റ് സ്റ്റാൻഡിങ് വേവ്സ്, അല്ലേ? സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ട് നിന്നാൽ മാത്രമേ അതിന് നശിച്ചു പോകാതെ ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ കൺസെപ്റ്റും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്താണ് ദ വേവ് എന്ന് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് ബി മൂവിങ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വന്നു, സച്ച് ദാറ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് ദ വേവ് ഈസ് നോട്ട് മൂവിങ്. എനർജി ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റൊരു വേവിൻ്റെ മുകളിലേക്ക് വീണിട്ട് എന്ത് നടക്കുകയാണ്, ഒരു പ്രത്യേക രീതിയിൽ വേവ് നിൽക്കുന്നു. സോ വി ഫീൽസ് എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റേഷനറി ആണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു വേവാണ് എന്ത്, സ്റ്റേഷനറി വേവ്. നമ്മൾ ലാബിൽ മെൽഡർ സ്ട്രിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റേഷനറി വേവ് കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്യാവിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാൻഡിങ് വേവ്സ് ആയിരിക്കണം. അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് ആവണമെങ്കിൽ എന്താണ്, ഈ എൻസിൽ വോളിൻ്റെ പോയിൻറ്റ്സ് വോളിൽ വന്നിട്ട് നോട്ട്സ് ഫോം ചെയ്താൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ, സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇത് സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ടാണ് നിൽക്കുന്നത് ക്യാവിറ്റിക്കകത്ത്. ഇനി നമ്മൾ പറഞ്ഞു ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർഫസ്, എന്താണ്, വോൾസിലിരിക്കുന്ന അറ്റോമിക് ഓസിലേറ്റേഴ്സ്, ആറ്റമി ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളാവണം എന്നില്ല, അത് ആറ്റം ഓസിലേറ്റ് ചെയ്യുന്നതും ആകാം. അപ്പോൾ ഈ അറ്റോമിക് ഓസിലേറ്റേഴ്സുമായിട്ട് ഇലക്ട്രോൺ എന്ന കൺസെപ്റ്റിനേക്കാൾ നല്ലത് ആറ്റം ആയിട്ട് എടുക്കുകയാണ്. ആറ്റം ഓസിലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്ക് പറയാം, അല്ലേ? ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യുന്നതിനേക്കാളും ആറ്റം ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ അറ്റോമിക് ഓസിലേറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വേവ്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് എനർജിയും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ അറ്റോമിക് ഓസിലേറ്റേഴ്സിൻ്റെ എനർജി തന്നെയായിരിക്കും ആർക്കും ഉള്ളത്, ഈ സ്റ്റാൻഡിങ് വേവ്സിനും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം T ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് KT ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വേവ്സ് ഉണ്ട് എന്ന് എണ്ണിയിട്ട് ഓരോ വേവിൻ്റെയും എനർജി എന്തായിരിക്കും, ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജിയാണ്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി KT ആയതുകൊണ്ട് വേവിൻ്റെ എനർജിയും KT ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ എത്ര എണ്ണമുണ്ട്, എത്ര വേവ്സ് ഉണ്ട്, എത്ര സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ട് എന്ന് എണ്ണിയിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, KT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതായിരുന്നു ആരുടെ പ്രപ്പോസൽ, റാലെ ആൻഡ് ജീൻസിൻ്റെ പ്രപ്പോസൽ. അവരിങ്ങനെയാണ് ഒരു തിയറി കൊണ്ടുവന്നത്. Black body radiator cavity is full of electromagnetic waves of all wavelengths between 0 and infinity, which due to reflection at the walls form standing waves. They calculated the number of waves having wavelength between lambda and d lambda. ഇതിനെ അവർ ഉപയോഗിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. And using the law of equipartition of energy. Equipartition of energy എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും എനർജി ½ ആയിരിക്കും. ഒരു ഹാർമോണിക് ഓസിലേറ്റർ എടുത്താൽ അതിന് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്. അപ്പോൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ½ ഉണ്ടെങ്കിൽ മൊത്തം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് KT ആയിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ വോൾസിലുള്ള അറ്റോമിക് ഓസിലേറ്റേഴ്സ് ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എനർജി KT ആണ്. നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സ് ഈ ഓസിലേറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതേ എനർജി ആയിരിക്കും ആർക്കുമുള്ളത്, ഈ സ്റ്റാൻഡിങ് വേവ്സിനുള്ളത്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ എനർജി എന്ത് തന്നെയാണ്, ഓരോ വേവിൻ്റെയും എനർജി KT ആയിരിക്കും. എന്നിട്ട് എത്ര എണ്ണം എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഈ ലാംഡ ഡി ലാംഡ എനർജി ഡെൻസിറ്റി ഇൻ ദ വേവ് ലെങ്ത് റേഞ്ച് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ എന്ത് കിട്ടും, 8πKT ലാംഡ റേസ് ടു -4 ഡി ലാംഡ എന്ന് കിട്ടി. ഇതാണ് നമ്മൾ തിയറട്ടിക്കലി റാലെ ജീൻസിനെ കിട്ടിയ ഫോർമുല. പക്ഷേ ഇതും എക്സ്പെരിമെൻ്റൽ കർവുമായിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്യുന്നില്ല. ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിൽ ഇത് എന്താകുന്നു, ഫെയിൽ ആകുന്നു. അപ്പോൾ ഈ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിൽ വന്നിട്ട്, അപ്പോൾ ഇതാണ് ലാംഡ, ഇത് ഇ ലാംഡ ഡി ലാംഡ ആണെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോൾ, വേവ് ലെങ്ത് കുറയുന്നു എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുന്നു. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇവരുടെ ഈ ഫോർമുലയിൽ നിന്ന് കിട്ടുന്നത്. ഇവർക്ക് തിയറട്ടിക്കലി കിട്ടിയ ഫോർമുല വെച്ച് വരയ്ക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. അറ്റ് ഷോർട്ടർ വേവ് ലെങ്ത്സ് അല്ലെങ്കിൽ അറ്റ് ലോങ്ങർ ഫ്രീക്വൻസീസ്, അറ്റ് ഹയർ ഫ്രീക്വൻസീസ് ദ ഗ്രാഫ് ഗോസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ്, അങ്ങനെ വരാൻ പാടില്ലല്ലോ, എനർജി ഇൻഫിനിറ്റി ആകാൻ പാടില്ല. അപ്പോൾ ഇതെന്താണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി. അതായത് എന്താണ്, ഹയർ ഫ്രീക്വൻസീസിൽ എക്സ്പെരിമെൻ്റൽ കർവ് ഓഫ് റാലെ ആൻഡ് ജീൻസ് ഗോസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല, അതിനെയാണ് എന്ത് പറയുന്നത്, അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടും ക്ലാസിക്കൽ തിയറി വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. റാലെ ജീൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആയാലും വീൻസിൻ്റെ എക്സ്പ്ലനേഷനും ആയാലും എല്ലാം തന്നെ അത് ക്ലാസിക്കൽ തിയറിയാണ്. സോ ക്ലാസിക്കൽ തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് സ്പെക്ട്രം എമിറ്റഡ് ബൈ ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡിയുടെ കംപ്ലീറ്റ് സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ തിയറിക്ക് പറ്റുന്നില്ല. ഒന്നുകിൽ ഷോർട്ടർ വേവ് ലെങ്ത് പറയുന്നു ആര്, വീൻ, അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് പറയുന്നു റാലെ ജീൻസ്. രണ്ടും കൂടെ ചേർന്ന ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല. Attempts to correctly explain the energy distribution in the continuous spectrum emitted by a black body led to the birth of quantum mechanics. അപ്പോൾ ആക്ച്വലി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നത്. അതിൽ നിന്നാണ് ഒരു എനർജി ഒരു ക്വാണ്ടമാണ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആണ്, കണ്ടിന്യൂസ് അല്ല എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരേണ്ടി വന്നത് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആരാ എക്സ്പ്ലെയിൻ ചെയ്തത്, പ്ലാങ്ക് ആണ്. പ്ലാങ്ക്സ് തിയറി ഓഫ് റേഡിയേഷൻ, പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ്. In 1900, Max Planck introduced an entirely new idea to explain the distribution of energy among various wavelengths of black body radiation. ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നു. He successfully explained the black body radiation spectrum based on the following assumptions, based on some assumptions, following എന്ന് വേണ്ട, based on some assumptions which may be called Planck hypothesis. അപ്പോൾ പ്ലാങ്ക് ചെയ്തത്, അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ച് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ലാസിക്കൽ തിയറി പറയാത്ത അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കുറച്ച് നോവലായിട്ടുള്ള കുറച്ച് പുതിയ അസംഷൻസ് കൊണ്ടുവന്നു, കുറച്ച് അസംഷൻസ് വെച്ചു. ആ അസംഷൻസിനെയാണ് എന്തെന്ന് പ്ലാങ്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി പ്ലാങ്ക് എന്തെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. പ്ലാങ്ക് അസ്യൂംഡ് ദാറ്റ് ദ സോഴ്സസ് ഓഫ് റേഡിയേഷൻ ആർ ആറ്റംസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഓസിലേഷൻ ഓൺ ദ വാൾസ് ഓഫ് ക്യാവിറ്റി and that the vibrational energy of each oscillator may have any of a series of discrete values but never any value between. അപ്പോൾ ഇവിടെയും റാലെ ജീൻസ് പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇവിടേക്ക് എടുത്തിരിക്കുകയാണ്. വാൾസ്, അറ്റോമിക് ഓസിലേറ്റേഴ്സ് ആണ് ഈ ക്യാവിറ്റിയുടെ വാൾസിലുള്ളത്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ എനർജി കയറ്റി എന്നാണ് എടുത്തത് ഇവിടെ ക്ലാസിക്കൽ തിയറി അനുസരിച്ചിട്ട്. പക്ഷേ ഇവിടെ പറഞ്ഞു ഏതൊരു എനർജിയും പോസിബിൾ അല്ല, ചില ഡിസ്ക്രീറ്റ് എനർജീസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു മാറ്ററും റേഡിയേഷനും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ only certain discrete values of energies can be എക്സ്ചേഞ്ച്ഡ്. അതിനിടയിലുള്ള എനർജി ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. Planck further assumed that when an oscillator changes from a state of energy E1 to a state of energy E2, the discrete amount of energy E1 minus E2 or the quantum of radiation is equal to the product of frequency of radiation and a constant h that he determined from black body radiation spectra. അപ്പോൾ ഒരു വൈബ്രേഷണൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റോമിക് ഓസിലേറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ എനർജിയെ നമ്മുടെ വേവിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറ്റോമിക് ഓസിലേറ്റേഴ്സിന് ചില പർട്ടിക്കുലർ എനർജി ലെവൽസ് മാത്രമേ പറ്റുള്ളൂ, അല്ലേ? ഒരു E1 E2 പർട്ടിക്കുലർ എനർജി ലെവൽസിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് E1 മൈനസ് E2 എന്ന് പറയുന്നത് hν ഈക്വൽ ആയിരിക്കും. എന്താണ്? എ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ടൈംസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൺസെപ്റ്റ് എനർജി എന്ന് പറയുന്നത്, ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആര് കൊണ്ടുവന്നത്? പ്ലാങ്ക് പുതിയതായിട്ട് കൊണ്ടുവന്നത്. Planck's law for the energy E lambda radiated per unit volume by a cavity of a black body in the wavelength interval lambda and d. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എനർജി ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു 8πhc by lambda raised to 5 1 by e raised to hc by lambda kt minus 1 d lambda. അപ്പോൾ ഇതാണ് ഇക്വേഷൻ പഠിക്കുക. ഒരു ഫോട്ടോണിൻ്റെ എനർജി നേരത്തെ KT എന്നെടുത്ത് ഇവിടെ എന്തായി മാറി? hν അല്ലെങ്കിൽ hc ബൈ ലാംഡ എന്നായിട്ട് മാറി ഒരു വേവിൻ്റെ എനർജി. ഇനി സാധാരണ ഇത് എന്തായാലും പോസിബിളാണ്, ഇതിൻ്റെ പ്രോബബിലിറ്റി 1 എന്നാണ് എടുത്തതെങ്കിൽ ഈ ഫോട്ടോൺ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 by e raised to hc by lambda kt minus 1 ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇത്തരത്തിൽ എന്ത് കിട്ടി? ഡിസ്ട്രിബ്യൂഷൻ ലോ കിട്ടി. അത് കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെരിമെൻ്റൽ കർവിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാങ്ക്സ് തിയറി.